പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ ലോകം ഒരിക്കലും നമുക്ക് യോഗ്യമല്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ സ്തോത്രം ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും ആശ്രയം എന്ന് പറയുന്നത് കർത്താവ് എന്നാണ് എൻ്റെ കർത്താവിനെ കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിൽ ആദിയും വ്യാധിയും അല്ലലുമല്ലാതെ വേറെ ഒന്നുമില്ല. ദുഃഖവും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ, നിന്ദകളും പരിഹാസങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെയാണ് ഒരു ഭക്തൻ ആശ്വസിക്കാൻ കഴിയുന്നത്? കർത്താവെ, വേല തികച്ച് വിശ്രമ നാട്ടിലേക്ക് ഞാൻ എന്നെത്തും. ഈ അന്യദേശമായ ഭൂവിലെ വാസം എന്ന് തീരും. പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ ലോകത്തിലെ ജീവിതം കഷ്ടവും പ്രതിസന്ധികളും നിറഞ്ഞതാണെങ്കിലും സ്തോത്രം, ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഓരോ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു നിത്യമായൊരു രാജ്യമുണ്ട്. ഇവിടെയുള്ള കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രതിസന്ധികളോ ഒന്നും നമ്മളെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ ഒരിക്കലും അനുവദിക്കരുത്. കർത്താവിന് വേണ്ടി അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കണം. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും നമുക്ക് അനുകൂലമെന്ന് വരത്തില്ല. പലരും നമ്മളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞവർ സ്തോത്രം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കാം. ആരെല്ലാം സഹായമില്ലാതെ വന്നാലും, ആരെല്ലാം ആശ്രയം ഇല്ലാതെ വന്നാലും, പ്രമാണത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഭക്തന് പ്രത്യാശയോടെ ഇപ്രകാരം പാടുവാനായിട്ട് കഴിയും: വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിൽ എന്ന് ഞാൻ എത്തും. അന്യദേശമായ ഈ ഭൂമിയിലെ വാസം എന്ന് തീരും. സ്തോത്രം, കർത്താവെ, ഞാൻ ആ വിശ്രമ നാട്ടിൽ എത്തുവാൻ തിടുക്കത്തോടെ ഓടുവാൻ, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്തോത്രം ചെറിയ താലന്തുകളാണെങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ അത് സന്തോഷത്തോടും സ്തോത്രം പൂർണ്ണ മനസ്സോടും കൂടെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ഈ മരുഭൂമി യാത്രയിൽ തളർന്നു പോകാതെ അന്ത്യം വരെയും വിശ്വസ്തയോടെ കർത്താവെ, ദൈവം തന്ന പ്രമാണത്തിനായിട്ട് ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തോടെ ആ ഭക്തനായ ഇയ്യോബ് അങ്ങനെയായിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നപ്പോൾ സ്വന്തം ഭാര്യ പോലും തള്ളിക്കളഞ്ഞപ്പോൾ ഇയ്യോബിന് ഒരു കാര്യം പറയുവാനുണ്ട്: കർത്താവെ, ഞാൻ ദൈവം തന്ന ആ ദർശനത്തിനനുസരിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ഇനി ഞാൻ സ്തോത്രം ദേഹസഹിതനായിട്ട് വേണമെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഞാൻ മരിക്കുന്നെങ്കിലും സ്തോത്രം ഇന്നെൻ്റെ ജീവിതം മൺമറഞ്ഞു പോയാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണുമെന്നുള്ള പ്രത്യാശ ഇയ്യോബിനുണ്ടായിരുന്നു. സ്തോത്രം, വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിൽ എന്ന് ചേരുമെന്നുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിലെന്നു ചെന്നിടും, വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിലെന്നു ചെന്നിടും, അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും. ഈ അന്യദേശമാം ഭൂവിലെ വാസം എന്നു തീർന്നിടും. ആദിയും വ്യാധിയും അല്ലലുമല്ലാതെന്തുണ്ടി ഭൂവിൽ, ആദിയും വ്യാധിയും അല്ലലുമല്ലാതെന്തുണ്ടി ഭൂവിൽ, വല്ലാത്ത കഷ്ടവും ദുഃഖവുമല്ലാതെന്തുണ്ടി ഭൂവിൽ, വല്ലാത്ത കഷ്ടവും ദുഃഖവുമല്ലാതെന്തുണ്ടി ഭൂവിൽ. വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിലെന്നു ചെന്നിടും, അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും. ഈ അന്യദേശമാം ഭൂവിലെ വാസം എന്നു തീർന്നിടും. മായയാം ലോകത്തിൻ സൗന്ദര്യമെല്ലാം ചീഞ്ഞഴുകിപ്പോകും, മായയാം ലോകത്തിൻ സൗന്ദര്യമെല്ലാം ചീഞ്ഞഴുകിപ്പോകും. മോടിയിൻ വസ്ത്രവും വൻമാളികകളും കത്തിയെരിഞ്ഞിടും, മോടിയിൻ വസ്ത്രവും വൻമാളികകളും കത്തിയെരിഞ്ഞിടും. വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിലെന്നു ചെന്നിടും, വേല തികച്ചെൻ്റെ വിശ്രമ നാട്ടിലെന്നു ചെന്നിടും, അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും. ഈ അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും. ഈ അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും.